ഗൈസ് എല്ലാവർക്കും നമ്മളെ വ്ളോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു 2-3 ദിവസമായി 4-5 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ 2 ലൈവ് പോയി. ഈ 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയി സംസാരിച്ചപ്പോണ്ടല്ലോ അതിൻ്റെ റബ്ബില്ലാതെ തമ്പുരാനെ തൊണ്ടൻ്റെ ഇവിടെ കരകര വോക്കൽ കൂട്ടം പറ്റി ഗൈസ്. അങ്ങനെ കുറേ ദിവസമായിട്ട് എന്താ പറയുക വ്ളോഗുകളൊന്നും പ്രോപ്പറായിട്ട് വരാൻ കഴിയുന്നില്ല. പിന്നെ കുട്ടിൻ്റെ സ്കൂളിൽ പരിപാടി കാര്യങ്ങൾ അങ്ങനെ അതിന് പിന്നെ മോൾഡിക്കാണെങ്കിൽ എന്താ പറയുക ഭയങ്കര സുഖമില്ലായ്മ. എന്താണ് ചോദിച്ചിട്ടുണ്ട് എന്താണ് സുഖമില്ലായ്മ ചോദിച്ചു. ഇപ്പോൾ വരും കേട്ടോ അവള്. മോൾട്ടിയാ സുഖമില്ലായ്മ എന്തെങ്കിലും ഉണ്ടോ എനിക്ക്? ഇല്ല സുഖമില്ലായ്മ ഒന്നുമില്ല. അടിയടി കുറച്ച് വെള്ളം നീട്ടിക്കാം, കുറച്ച് വെള്ളം നീട്ടിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വ്ളോഗ് എടുക്കണമെങ്കിൽ ഒരു യൂട്യൂബറെ സംബന്ധിച്ച് സൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡെയിലി എന്താ പറയുക വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് തെറ്റിപ്പോന്നൊക്കെ പറയണേക്കാം. നിങ്ങൾ അങ്ങനെ തെറ്റിപ്പോണ ആൾക്കാരാണെങ്കിൽ താൻ്റെ അടുത്ത് കമൻറ്റ് ഇരിക്കണം ഞാൻ തെറ്റിപ്പോണ ആളാണെന്നുള്ളത്. അപ്പോൾ ഈ ചോറുന്നില്ലേ ഞങ്ങൾ ചോറുന്ന ഉറങ്ങുകയാണ്. കാരണം മക്കൾ രണ്ടാളും ഇവിടെ അല്ല. മക്കളില്ലാതെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ഈ ഈ കൊളാബ് ചെയ്യണ കാര്യം അടച്ച നമ്പൂരാണ്. ഒരു ചെറുക്കിനൊരു ഓൻ്റെ ടീഷർട്ട് ഉണ്ട്, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ടീഷർട്ട് ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾക്ക് അത് എടുക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് സമയം കഴിഞ്ഞിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അടങ്ങി നിൽക്കണില്ല. വീഡിയോസിന് ഇവർക്ക് എന്താ പറയുക ഇവർക്ക് നിൽക്കില്ല. ഇവർ പിടിച്ച കൊമ്പിന് 4 മാസിയാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് തുറന്നു നോക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. അതായത് ഒരു ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു തുറന്നു നോക്കാൻ ഒരു ക്യൂരിയോസിറ്റി വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ തുടക്കത്തിൽ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പം എന്താ പറയുക വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ കുട്ടികളെ വെച്ചിട്ട്. കാരണം കുട്ടികളെ വലുതാകും തോറും വാശി വളരെ കൂടുകയാണ്. നമുക്ക് ചോറും നമുക്ക് വിശന്നിട്ട് നിൽക്കാൻ പറ്റും. നേരെ 1:30 മണി എത്ര ആയി ഇപ്പം ക്ലോക്കൊക്കെ കേടാവുന്നുണ്ട്. 1:40 ചോറുന്നാൻ അയക്കണേ. അപ്പം 3-3:30 ആകുമ്പോൾ കുട്ടിയും കൊണ്ടുവരാം. അപ്പം ഇപ്പം ഉച്ചക്കുറക്കൊന്നും ഇപ്പം അല്ല. അപ്പം പുതിയൊരു മനുഷ്യനായിക്കണെയാണ്. ഈ മോൾട്ടി എന്തൊക്കെ ഉണ്ടാക്കി നമുക്ക് കാണുന്നത് അന്നത്തെ ഫുഡുകൾ ഇതൊക്കെയാണ് നമ്മളെ ചോറിൻ്റെ കൂട്ടാനും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ അവിടെ ഇരുന്നാൽ മതി. എൻ്റെ 3-5 അടുത്തൊന്നും ഇരിക്കണം എനിക്ക് ഇഷ്ടമല്ല. എനിക്കെന്താ മന്തിയോ കപ്സേ കോഴി ചിക്കൻ കുറെ ചെറിയ കുഞ്ഞു പീസുകൾ ഇല്ലാത്ത പീസുകൾ. രസമുണ്ടോ? ഒരു ഉരുളാട്ടിക്ക തൊള്ളഞ്ഞാട് കിട്ടാൻ പറ്റാ. ഇത് തണുത്ത് ചൂടാക്കി വെക്കാം. അരി അത് ഓക്കെ പോയി. നമ്മൾ നാടനാണ്. അതെന്താ വെച്ചാൽ കുട്ടിക്ക് സ്കൂൾക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കി കേട്ടോ. ഇപ്പം എനിക്ക് കുറച്ച് വെറും ചോറ് അതങ്ങനെ എനിക്ക് പള്ളർച്ചാണെന്നാണ് എനിക്ക് പള്ളർച്ച പണിയാണ് ഞാൻ കുറച്ച് എടുക്കുക. അച്ചാറിന്റെ പിടിച്ചിട്ട് ഞാൻ തുറന്നുണ്ട് ഉണ്ടോ? പപ്പടം എന്താ പപ്പടം കഴിഞ്ഞാ പറയാത്തന്നോട് എന്താ റമദാൻ കിറ്റോ തുറക്കിച്ചാ അങ്ങനെ രണ്ടു തുറക്കുക. നോമ്പിന് എന്തൊക്കെയൊക്കെ വേണ്ടില്ല എന്നാലും എനിക്കെന്താ വേണ്ടി പറയും. നല്ല സുഖാണല്ലോ അല്ലേ? ഇപ്പം 2 വിധം കൂട്ടാൻ എനിക്ക് വേണ്ട. അപ്പൊ നോമ്പ് നോക്കണേ മതി. നോമ്പ് വരില്ല പിന്നെ ഉച്ചയൊക്കെ ഉണ്ടാക്കേണ്ടി വരും. റമദാൻ പറഞ്ഞാൽ അതൊരു ബർക്കത്തിന്റെ മാസം. കുട്ടികൾ ഇല്ലെങ്കിൽ ഇങ്ങനെ സുഖമായിട്ട് ചോറുന്ന അലമ്പില്ലാതെ ഇല്ലെങ്കിൽ വീതനമ്മ കയറി നമുക്കില്ല ഫുഡ് ഉണ്ടാക്കില്ല. ഈ അച്ചാറ് പുറത്ത് വെച്ചിട്ട് ഇത് തണുത്ത് കേട്ടോ. ഇത് പുറത്ത് ഇന്നലെ അല്ലേ നമുക്ക് അച്ചാർ കിട്ടണില്ലല്ലോ എന്നതിലേക്ക്. അച്ചാറ് കുറച്ച് നന്നായിട്ട് അസുഖങ്ങൾ പലതും വരും. കാരണം ഞാനൊക്കെ തിന്നാനുള്ള കാരണം തന്നെ ഇപ്പം എനിക്ക് അച്ചാർ ഈ വീഡിയോ അമ്മ ഈ തരം ചിലപ്പോൾ അച്ചാർ തിന്നതെന്നൊക്കെ പറഞ്ഞു ഉമ്മിപ്പൊക്കെ. പിന്നെ മോട്ടിൻ്റെ ഒപ്പം അന്ന് വന്നപ്പോൾ കൊടുന്നതിന് ഒരു അലാക്കിൻ്റെ ഒരു പച്ചക്കറിൻ്റെ കിറ്റ്. മോട്ടിയാണ് അത് കഴിക്കണം പെട്ടെന്ന് തീർക്കണം എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയത്. പിന്നെ സാമ്പാർ ഉണ്ടാക്കിയാലോ വേറെ പച്ചക്കറി അറിയാലോ ഇറ്റ് വിൽ ബി ഒരു 4-5 ദിവസം ഓടും അല്ലേ മോട്ടിയാ? എത്ര ദിവസം? 3 ദിവസം. 3 ദിവസം ഞങ്ങൾ സാമ്പാറോടെ കഴിക്കും എന്നാണ് മോട്ടി പറയുന്നത്. ഈ ഉപ്പേരി ഇപ്പം എന്തൊക്കെ തീരുമോ?
നിങ്ങൾ തിന്നാ തീരും. ഞാൻ അങ്ങനെ ആലോചിച്ചട്ടോ. ഇന്നലെ അമ്മ ഞാൻ ചോറുന്നപ്പോൾ വീഡിയോ കോൾ ചെയ്തിനി. പക്ഷേ ഇതാണ് നല്ല ഫുഡ്. ആർക്കും ഇതിനെ പറ്റി അറിയില്ല. എല്ലാവരും വിചാരം ഈ കോഴി കുഴിമന്തിയാണ് നല്ല ഫുഡ് എന്നുള്ളത്. ഇപ്പം ഞാൻ ആ കോഴി ഇതൊക്കെ നിർത്തിയതിനു ശേഷം ഉണ്ടല്ലോ നിങ്ങൾ, ഞാൻ ഇപ്പോൾ ഇതിന് അഡിക്റ്റാണ്. ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും പരിപാടിൻ്റെ കൂട്ടി കൂടി ഇപ്പം ഞാൻ കാര്യം പാട്ട് മോട്ടിയാ ഇനിയിപ്പോൾ പുള്ളിയിൽ ഏതൊരു പരിപാടിക്കൊക്കെ കൂട്ടിക്കോ. എല്ലാവരും ഇങ്ങനെ കോഴി ഇങ്ങനെ ബിരിയാണി നമ്മൾ, ഞാൻ എനിക്കൊരു ഹോട്ടലിൽ പോയിട്ട് ഒരു സദ്യ കൊടുക്കുന്ന എല്ലാവരും സദ്യ മുതൽ നോക്കുക. വേണ്ട പോലെ നോക്കാത്ത ഇത് കുഴിമന്തി നോക്കുക. ഒരു മന്തി ഒണിച്ചാണ് ഗൈസ്. നല്ല മോരുണ്ട് ഗൈസ്. മോര് ഇതാണ് എൻ്റെ ഭക്ഷണ രീതി ഉച്ചക്കത്തെ. എന്ത് തന്നെ നജ്ജ് വേറെ എന്തെങ്കിലും പറയും. എനിക്ക് നല്ല കണ്ടന്റ് ഉണ്ടല്ലോ പറയാൻ പറ്റിയ പറയും. ഞാൻ അതിനെ തിരിച്ചാണ്ട് പറയുമ്പോഴേ ഞാൻ ചോറിനുമ്പോ എൻ്റെ ഈ ചോറിൻ്റെ താടിമകോ മുന്നോ ഇത് രാത്രി ചോറുന്നു. രാത്രി ചോറുന്നു എന്തേ രാത്രിയോ എന്റെ ജ്യൂസിന്റെ ബാക്കി കുടിച്ചല്ലേ ഞാനോ? ഞാൻ ജാറിങ്ങനെ മോന്തണ്ടിയല്ലേ. എന്നാ നീ വിരുന്നോളെ വരേക്ക് അറിയില്ല. ഞാൻ എപ്പോഴാ മറന്നിട്ട് ഞാനേ ലെനിന്റെ പരിപാടി ശനിയാഴ്ചല്ലേ. ഡാൻസോ പഠിച്ചിക്കണോ? എനിക്കല്ല ടീച്ചറോട് ഒന്ന് ചോദിച്ചോക്കാം. കൊണ്ടാ മോണ്ട് കുട്ടിയാ ഉറപ്പാ? നോക്കട്ടെ. ഞാൻ ഓർമ്മ വെറുതെ ആളെ ഉറങ്ങാൻ പറ്റില്ല. കാരണം ഞാൻ വരുന്ന ടൈമിലൊക്കെ വേറെ വരിക. എന്നാ പിന്നെ ഞാൻ തന്നെ പോലല്ലേ നടന്നുകൊണ്ടല്ലോ. ആ ടീച്ചർക്ക് ഞാൻ മെസ്സേജ് അയക്കാം. എന്ത് ഇനി കളിച്ചുണ്ടോന്ന്. കളിച്ചുണ്ടെങ്കിൽ കളിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കാൻ പറയാം. അല്ല അപ്പൊ പിന്നെ ശനിയാഴ്ച കുട്ടപ്പേട പോണ്ടില്ല നമുക്ക് ഉണ്ടെങ്കിലും വീട്ടിൽ കൊടുത്ത് സ്കൂളിൽ വീട്ടിൽ കൊടുത്ത് എവിടെ എനിക്കറിയില്ല. അവിടെ വീട്ടിൽ കൊടുത്ത് കരിമ്പൊക്കെ കരിമ്പൊക്കെയല്ലല്ലോ, നിലമ്പൂരല്ലേ. നിലമ്പൂർ വീട്ടിൽ കുത്ത് കളിച്ചുള്ള കളിപ്പിച്ചല്ലോ പൊട്ടിയെ ഞാൻ പറയുമ്പോ കളിച്ചുണ്ടോ ചോദിച്ചോട്ടെ. ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ ഏറ്റവും ചെറിയ കുട്ടിയും ഡയറിയാണ് ദേനിയാണ്. ഡയറിന്റെ സമയത്ത് പോയിട്ട് ഇപ്പൊ അങ്ങനെ ഇല്ല. ഇവരൊക്കെ 2ാം കൊല്ലം പഠിപ്പിച്ച ആൾക്കാരാണ്. ഒക്കെ 4 വയസ്സ് 4.5 വയസ്സുമാണ്. അപ്പൊ ഇന്ത്യത്ത് മാത്രം ഞാൻ ഓരോ കൊളാക്കേണ്ട രീതിയിലാണ്. കൊളാക്കേ കുട്ടികളല്ലേ അങ്ങനെ തന്നെയൊക്കെ അതൊരു രസം. എന്താ തീറ്റ കഴിഞ്ഞ വലിയവരെ പോലെ കളിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അച്ചാറ് രസമുണ്ട്. പക്ഷെ അച്ചാറ് കഴിഞ്ഞ എൻ്റെ ചോറ്റില്ല. ഗൈസിന്റെ ചോറ് ഇവിടെ എത്തിയിട്ട് ഗൈസ് ആരത് എന്ത് ചോറ്? ഏത് കപ്സേ? കയ്പങ്ങ പുതിയ പുള്ളിത്തമ്മോട് നിങ്ങൾ ഇനി പുള്ളിത്തമ്മോട് നിങ്ങൾ ഉണ്ടായിക്കോ. അല്ല കുട്ടികൾക്ക് വീതം കൊടുക്കുക ചോറുണ്ടോ കപ്സ? തിന്നു ഞങ്ങൾ കെച്ചപ്പ് ഉണ്ടാക്കിയിട്ടില്ല. കെച്ചപ്പ് ഉണ്ടാക്കി കൊടുത്താൽ തിന്നുള്ളൂ ഞങ്ങള്. എന്ത് അത് ഇറക്കി എന്നിട്ട് പറയും. ഏതാ പിന്നെ ഇഷ്ടം? ഞങ്ങൾക്കൊരു ട്രാവൽ വ്ലോഗ് എടുക്കാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഗൈസ്. നല്ല വെയിലാണ് അല്ല മോട്ടിയ? മോട്ടിപ്പം ഇവിടെ എടുക്ക പോയിനി. എന്താ ഗൈസിന്റെ പേര്? കോട്ടക്കുന്നല്ലേ? ഓല് ഫാമിലി പോയിനി. വൈകുന്നേരം പറസിൽ നല്ല ഫുഡൊക്കെ തട്ടിക്കുട്ടി വന്നിട്ട് എന്നിട്ട് 2 ദിവസം ഇവിടെ പെരുമാവ് കടക്കണമായി കിടക്കേനി. നീച്ചാൻ വയ്ക്കാതെ കുഴങ്ങിയിട്ട് എല്ലായിടത്തും പോകാൻ മുന്നിലാണ്. പോയി പിറ്റേ വന്നിട്ട് വെച്ച പുറം വരുത്താണ്ട് ഓർമ്മല്ല. എന്ത് ഞങ്ങൾ എപ്പോഴും പോകണ്ട. എന്നെമാര് എപ്പോഴും പോണതേ. എന്നിങ്ങനെ പോലെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അച്ചാറ് നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു ഗൈസ്. നമ്മൾ എന്താ ചെയ്യാ? അച്ചാറ് കുലുക്കി ചിന്ത ചാടന്തല്ലാതെ ഗൈസ്. അച്ചാറ് ഞങ്ങൾ അച്ചാറ് പ്രത്യേകത ഉണ്ട്. ഇതിന് എരിവില്ലട്ടോ ഗൈസ്. എരിവ് മാക്സിമം ഒഴിവാക്കിയിട്ടുള്ള അച്ചാറ് ഞങ്ങൾ ഉണ്ടാക്കണേ അല്ലേ മോൾട്ടിയ?
എരു കുറച്ച് ഈ അച്ചാർ സാമ്പാറിൽ എരുണ്ടോ? ഇതില് മുളകുണ്ടോ? മുളകും ഇല്ല ഇതില് ഇല്ല ഇതില് ഇല്ല. ഞങ്ങൾ മുളക് ഫ്രീ ഫാമിലിയാണ്. അസിഡിറ്റി ഉണ്ടാവുന്നത് പേടിച്ചിട്ട്. അപ്പം ഇൻഷാ അല്ലാ വ്ളോഗുകളൊക്കെ ഇപ്പം കുറച്ച് ഡൗണായി തുടങ്ങിയിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ എപ്പോഴും കച്ചറോടി കൊണ്ട കൈസ്. ഞാൻ വന്ന് പറഞ്ഞാൽ അവൾ തുണി നോക്കി കാണിക്കും, മറ്റേ തിരുമ്പി പറഞ്ഞാൽ. അപ്പോൾ കൈസ് നമുക്ക് ഇനി അടുത്ത വ്ളോഗിൽ കാണാം. കുട്ടികളെ കൊണ്ടുവരാത്ത സമയം ആയിട്ടുള്ളൂ. ഇനി ചോറ് തിന്നിട്ട് ആക്കും പോലെ ഇൻഷാ അല്ലാ. നിങ്ങൾ പിന്നെയും ആടി കൊടുത്ത് നെജ്ജ് തറയട്ടെ സ്ക്രീനിൽ. നിങ്ങളെടുത്തു ഇനി എടുക്കാൻ താല്പര്യം. ഞാൻ എൻ്റെ അത്ര ചുരുക്കില്ല. ഇത്ര സുന്ദരി അല്ലേ? സുന്ദരിയല്ല? ഇതിലെന്താണ് കുരങ്ങോ? ഓ ഇൻ്റെ വള്ളം അറിഞ്ഞു ഗൈസ്. ഇത്ര ചൊറിഞ്ഞ് ബാക്കിയാക്കും. പിന്നെ ഞാനോടും കച്ചറ. അപ്പം വള്ളം നിറഞ്ഞ ഈ വ്ളോഗോട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.